നിങ്ങളുടെ സന്താനങ്ങളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്വർഗക്കാരാക്കി മാറ്റണം, നിങ്ങളുടെ സന്താനങ്ങളെ നരകക്കാരാക്കി മാറ്റരുത് എന്നൊരു വലിയ ഉപദേശം. 5 വക്ത് നിസ്കാരം കഴിഞ്ഞാലും വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അത് 5 വക്ത് നിസ്കാരത്തിൻ്റെ ശേഷവും പ്രാർത്ഥിക്കണമെന്ന് വലിയ ഖുർആൻ പണ്ഡിതനായ ഇസ്മായിലുൽ ഹഖി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തിയത് കാണാം. എന്താണ് 5 വക്തിന് ശേഷം ഈ ഒരു പ്രാർത്ഥന നടത്തണം എന്ന് പറയാനുള്ള കാരണം? സന്താനങ്ങൾ അവരുടെ നമ്മുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെ മാത്രം നിലനിൽപ്പല്ല, നമ്മുടെ മുന്നിൽ അല്ലാഹു തആല ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്വമാണ് സന്താനങ്ങൾ. സന്താനം ഉണ്ടാകുക എന്നുള്ളത് ഭാഗ്യമായി എല്ലാവരും കണക്കാക്കും. പക്ഷെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അത് ഭാഗ്യമല്ല, ഭാഗ്യ പരീക്ഷണമാണ്. സന്താനങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് നാളെ ആഖിറത്തിൽ അല്ലാഹു തആല ആൺമക്കളെ പെൺമക്കളെ എത്ര വേണ്ടതിച്ചാൽ കൊടുക്കും. ഇനി 9 മാസം കാത്തിക്കൊന്നും വേണ്ടിവരില്ല. സ്വർഗത്തിലെത്തിയാൽ ഉദ്ദേശത്തിനനുസരിച്ച് മക്കളെ കൊടുക്കുന്ന. പക്ഷേ സന്താനങ്ങളുള്ള പലർക്കും സന്താനങ്ങളെ തെരഞ്ഞു നോക്കുമ്പോൾ കാണൂല, ഈമാനും ഇഖ്ലാസൊക്കെ തെറ്റി നരകത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ അങ്ങനെ ആകാനുള്ള കാരണം? റൂട്ട് വരച്ചു കൊടുക്കുന്നത് ക്ലിയർ ആകാത്തത് കൊണ്ടാണ്. മിക്കതും റൂട്ട് വരയ്ക്കേണ്ടത്, മാപ്പ് വരയ്ക്കേണ്ടത് രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഭാഗമാണ്. ബാപ്പയും ഉമ്മയും മാത്രമല്ല, വല്യുപ്പ വല്യുമ്മ, മൂത്താപ്പമാര്, എളാപ്പമാര്, അമ്മാവന്മാര്, അമ്മായികൾ തുടങ്ങിയുള്ള ഒരു വലിയ വിഭാഗം. ഇവരുടെയൊക്കെ ജീവിതം സ്വാധീനിക്കപ്പെടും ഒരു കുട്ടിയിൽ. അവരെ ജീവിതത്തിൽ നിന്നുള്ള നന്മകളൊക്കെ പകർത്തിക്കൊണ്ടാകണം ഒരു കുരുന്ന് മുന്നോട്ട് നീങ്ങേണ്ടത്. പ്രത്യേകിച്ച് എത്ര വലിയ പൊസിഷനിൽ നിൽക്കുന്ന കുട്ടിയാണെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം കൽപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയാൽ അതിനൊരിക്കലും ഒരു രക്ഷിതാവും മടി കാണിക്കരുത്. ഒരു ഉപ്പയും ഒരു ഉമ്മയും ജോലിയിൽ പ്രവേശിച്ചു, മക്കളുണ്ടായി, മക്കൾ 5 എണ്ണമൊക്കെ ഉണ്ടായി, എന്നാലും നിസ്കാരത്തിൻ്റെ ടൈം തെറ്റിക്കുന്ന മകനോട് നിസ്കരിക്കടാ എന്ന് പറയണം. അതിന് നാവ് പൊക്കാൻ ഒരു മടിയും കാണിക്കരുത്. പിന്നെ ഈ മക്കൾ ഇല്ലാതിരിക്കാൻ നല്ലത്, ഞങ്ങൾ അങ്ങനെ തോന്നുള്ളൂ. നിസ്കാരം കളാക്കുന്ന മകനോട് ചിരിച്ച് ഓന് ഭക്ഷണം കൊടുത്ത് ഓനെ തോളുരുമി നേർക്ക് നേരെ നിസ്കരിക്കാത്തവന് എല്ലാ ഭക്ഷണവും എല്ലാ ചികിത്സയും എല്ലാം കൊടുക്കുന്നതിന് പകരം ഏതെങ്കിലും കുട്ടികളെ ദത്തെടുത്ത് വളർത്താൻ നല്ലത്. സ്ഥാപനത്തിലൊക്കെ ഉള്ള കുട്ടികളുണ്ടാവും, അവർക്കൊരു വർഷത്തെ കഫാലത്ത് കൊടുത്താൽ നബിൻ ആഖിറത്തിൽ അങ്ങനെ ഒരു കുട്ടിയായെന്നെങ്കിലും പറയാം. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം ആ ഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഹക്ക് പറഞ്ഞിടത്ത് ഖുത്ബയിൽ കണ്ടില്ലേ ചെറിയൊരു ഹദീസ്, മിൻ ഹക്കിൽ വാലിദി അലൽ വലദ്, മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട ബാധ്യതയിൽപ്പെട്ടതാണ് അൻ യുഹ്സിന ഇസ്മഹു വയുഹ്സിന അദബഹു. ഒന്ന് ജീവിതത്തിന്റെ ചിട്ട അത് നന്നാക്കണം. എന്താണ് ആ ചിട്ട? നേരം കളാകുന്നതിന് മുമ്പ്, സമയം പോകുന്നതിന് മുമ്പ് ആ കുട്ടി നിസ്കരിക്കാൻ ബോധമുള്ളവനാക്കി അവനെ സൃഷ്ടിച്ച് വളർത്തിയെടുക്കണം. അതെപ്പോഴും തച്ചിട്ടല്ല, ക്രൂശിച്ചിട്ടല്ല, പിന്നെ നമ്മൾ കൂടെ കൂട്ടിയിട്ടാണ് ഏറ്റവും വലുത്. നമ്മൾ കൂടെ കൂട്ടി അവരെ ചെയ്യിപ്പിക്കുമ്പോൾ അത്ര പ്രതിഫലിക്കുന്ന ഒന്ന് വേറൊന്നില്ല. ഒന്ന് ചെറുങ്ങനെ ഒന്ന് വിളിച്ചാൽ മതി, മോനെ വാ നമ്മളൊന്ന് പള്ളിയിൽ പോയി വരാം. പള്ളിയിൽ പോയി വന്ന സന്തോഷം കൊണ്ട് ആ കുട്ടി അതിങ്ങനെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ, ബാപ്പയും മക്കളും അങ്ങനെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ, പിന്നെ ആ കുടുംബത്തിൽ ബറക്കത്തിന് വേറൊന്നും വേണ്ട. നിസ്കരിക്കുന്ന കുടുംബം, നോമ്പ് നോൽക്കുന്ന കുടുംബം, ദീനീ ഖിദ്മയിൽ മുന്നേറുന്ന കുടുംബം, അത്ര ബറക്കത്തുള്ളവരാരാളുള്ളത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്ര കൊല്ലം ദ്വായിരുന്നു മക്കളുണ്ടാകാൻ? മക്കൾ ഉണ്ടായപ്പോൾ ദ്വാരുന്ന ദ്വാ വേറെ, മക്കൾ ഉണ്ടാകാൻ ദ്വാരുന്ന ദ്വാ നോക്ക് നിങ്ങൾ. 86-ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ കുട്ടിയായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നത്. അത് കഴിഞ്ഞ് 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് 2ാമത്തെ കുട്ടിയായ ഇസ്ഹാഖ് അലൈഹിസ്സലാം ജനിക്കുന്നത്. അപ്പോഴൊക്കെ മഹാനവറുകളുടെ പ്രാർത്ഥന, പഠിച്ചോനെ റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, എന്നെ എപ്പോഴും നിസ്കരിക്കുന്ന ആളാക്കണേ അല്ലാഹ്, എൻ്റെ മക്കളെയും നിസ്കരിക്കുന്ന ആളാക്കണം. ആരാ ദ്വാർക്കുന്നത്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ദ്വാന്റെ ഒരു മർമ്മം നോക്ക് നിങ്ങൾ. ഞാൻ നിസ്കാരം എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴും മൈലിയാർ നിസ്കാരത്തെ കടിച്ചു തൂങ്ങിയിട്ടാന്ന് പറയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദ്വായാണ്, എന്നെയും എൻ്റെ സന്താനങ്ങളിൽ നിന്ന് നീ നൽകുന്ന സന്താനങ്ങളെയും നിസ്കരിക്കുന്നവരാക്കണേ. അങ്ങനെ എന്തൊരു സൗന്ദര്യം കിട്ടിയത്!
ആദ്യത്തെ മകനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് 13 മക്കൾ, പേരക്കുട്ടികളെ 13 മക്കൾ ജനിച്ചു. ആ 13 എണ്ണവും നിസ്കരിക്കുന്ന സ്വാലിഹീങ്ങൾ. എന്തൊരു സന്തോഷ സഹോദരങ്ങളെ! സ്വഹാബത്തിനൊക്കെയുള്ള സന്തോഷം, മക്കളുടെ സന്തോഷം അവരെ ദീനീ ചിട്ട കണ്ടിട്ടാണ്. എല്ലാ മക്കളും വിവിധ തലങ്ങളിലുള്ളവരുണ്ട്. കച്ചവടം ചെയ്യുന്നവരുണ്ട്, അതുപോലെ കൃഷി ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ഈ വെൽഡിങ്ങിന്റെ പണി, അതായത് വെൽഡ് ചെയ്യുന്ന ഇരുമ്പിന്റെ പണി എടുക്കുന്നവരുണ്ട്, ആശാരിമാരുണ്ട്. ഇതൊക്കെ ഉണ്ട് മക്കളിൽ. 4 ഖലീഫമാരും കച്ചവടം ചെയ്ത് ജീവിച്ചവരാണ്. അതൊന്നും ഇസ്ലാമിനെതിരല്ല. പക്ഷേ ആ കച്ചവടം ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ വാങ്ങങ്ങോട്ട് കേട്ടാൽ സ്റ്റോപ്പ്. എന്തിനാ അങ്ങനെ തന്നെ സ്റ്റോപ്പാക്കണമെന്ന് അറിയോ? അവല് വക്തിൽ തന്നെ ആ കാർക്കശ ഉണ്ടാകാൻ. നമ്മളെന്ത് ചെയ്യുക? ബാങ്ക് കൊടുത്ത് 2 മണിക്കൂർ കഴിഞ്ഞാൽ ഒന്ന് കാലിങ്ങനെ കേൾക്കും, പിന്നെ ഒന്നിങ്ങനെ വെള്ളം തന്നെ കുടിച്ചൊന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് കുളിക്കും. കുളിച്ചൊന്നിങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ മാറ്റുമ്പോൾ അസ്രാങ്കം ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഒരു റാഹത്ത് ഇങ്ങനെ നമുക്ക് എന്ത്, ഇനിയിപ്പോൾ അസറിന് വേറെ ഇത് കൊടുക്കണ്ടല്ലോ, ലുഹുറും അസറൊക്കെ ഒരുമിച്ച് കിട്ടി. നമ്മൾ ക്ഷയിച്ച ദുർബലമായ ഒരു ചെറിയ ഈമാനിൻ്റെ ഒരു തരി മാത്രമേ നമ്മളെ കൽബിലുള്ളൂ. അള്ളാഹു ഉയർത്തി തരട്ടെ. അവരാ സ്ട്രോങ് നോക്കി നിങ്ങൾ. അങ്ങനെ തന്നെ മക്കളിലും എന്തൊരു സ്വാലിഹീങ്ങളായ മക്കൾ. ആ മക്കൾ നന്നാകാൻ അധ്വാനിച്ചു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു കൂടെ കൂട്ടണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഏറ്റവും തോന മക്കളുള്ള സ്വഹാബിയാണ്. അനസ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം മക്കളുള്ള സ്വഹാബിയാണ്. 1 2 അല്ല. അനസ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല കൊടുത്ത മക്കൾ എത്ര വലുതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ അധികം കൊടുക്കാൻ വേണ്ടി ദ്വാരക്കാൻ. നമ്മളൊരാളെ വിട്ടുപോയി മക്കൾ അധികം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അയാൾ ആമീൻ പറയാനൊന്ന് ചിന്തിക്കും, പറയണോ പറയണ്ടേ. അങ്ങനെ സ്വന്തം മുതുകിൽ നിന്ന് തന്നെ 100-ലധികം മക്കൾ ജനിച്ച മഹാനാണ്. പേരക്കുട്ടികളല്ല അനസ് റളിയല്ലാഹു അൻഹു. ഞാൻ കൂടെ കൂട്ടണമെന്ന് വെറുതെ പറഞ്ഞല്ല. നിങ്ങൾ നോക്കുക, സ്വഹാബി വര്യൻ 10 കൊല്ലം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് എടുത്ത സ്വഹാബിയാണ്. മൊത്തം ജീവിച്ചത് 120-ലധികം കൊല്ലാണ്. ബസറയിൽ വെച്ച് അവസാനം സഹാബത്തിൽ വഫാത്തായ മഹാനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവന് മക്കള്, പേരമക്കൾ വേറുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യുന്നറിയോ? കൂടെ കൂട്ടൽ എങ്ങനെ? നമ്മൾ ചിലരുണ്ട് അവരെ മക്കളെ എവിടെയും കാണൂല. പിന്നെ എപ്പോഴാ കാണാറിയോ? മരിച്ചിട്ട് പരിസ്ഥാതെ അത് അയാളെ മോനാണ്. അങ്ങനെ മോയൊക്കെ ജനിച്ചണോ നോക്കോ പുസ്തകന്മാര്. കാരണം എന്താ? ഈ കാലം വരെ പള്ളിന്റെ ആ സുഫിൽ എവിടെങ്കിലും, ഈ പള്ളി ചെരുവിലെങ്കിലും കണ്ടിട്ടില്ല. മരിച്ചെന്ന് ബാക്കിയുള്ളവർ ചൂണ്ടിക്കാണിച്ചൊരു ഉസ്താദ് അത് അയാളെ മോനാണ്. അങ്ങനെ മോയാക്കുണ്ടോ? അപ്പൊ വാപ്പർക്ക് ഇങ്ങനെ വരും. പക്ഷെ മോനെ കൂടെ കാണാത്തതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിന് എന്താ പണി നിറങ്ങൾ? ഇഷ്ടം പോലെ സമ്പത്തുള്ള മഹാനാണ്. തൊഴിലാളികളുണ്ട്. കൂട്ടത്തിൽ ഒരു തൊഴിലാളിന്റെ പണി എന്താണെന്നറിയോ? സ്വഹാബത്തിനെ എങ്ങനെ പോയി നോക്കുക, ഖുർആൻ ഖത്മു തീരാനായവരാ ആരാണ്, അതിനവരാൾക്ക് ശമ്പളം. ആരൊക്കെ ഖത്മു തീരാനായിട്ടുണ്ട്? ഖത്തം തീരാനായി എന്നുള്ള റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു ഏകദേശമൊക്കെ ഒരു അലന്തർ എത്തിയ ഖത്തം തീരാനായി അറിയല്ലോ. അലന്തർ എത്തിയാൽ വന്ന് പറയും. അപ്പൊ ഈ മക്കളെല്ലാരും കൂട്ടിയിട്ടാണ് ചൊല്ലും ആ ഖത്തം ദ്വാരക്കുന്ന സ്ഥലത്തേക്ക്. കാരണം ഖത്മുൽ ഖുർആന്റെ ദുആ ഇജാബത്ത് ഉണ്ട് എന്നൊരു തർക്കല്ല. ഒരാൾ ഖുർആൻ ഖത്തം തീർത്തിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കുന്നു. അക്രമം ചോദിക്കാൻ പാടില്ല, കുടുംബബന്ധ വിച്ഛേദനം ചോദിക്കാൻ പാടില്ല, അങ്ങനത്തെ ചോദിക്കരുത്. ചോദിക്കേണ്ടത് എന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കുന്നു. കണ്ടീഷൻ ഉറപ്പാണ്, അതിൽ ശക്കില്ല. അത്രയും വലിയ ശ്രേഷ്ഠതകളാണ്. അതുകൊണ്ടാണ് സദ്യ ഉണ്ടാക്കൽ 10 എന്ന് ഇസ്ലാം പഠിപ്പിച്ചപ്പോൾ അതിലൊന്ന് ഖത്മുൽ ഖുർആൻ തീർക്കുമ്പോൾ ഒരു സദ്യ സുന്നത്താണ്. ഇനി അങ്ങനെ ഉണ്ടാകുമ്പോൾ പറയണ്ടേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. അതാ ആൾക്കാർ ഇപ്പം എല്ലാവരും മുഖം പാടുകയാണല്ലോ. 10 കല്യാണത്തിന് മാത്രമൊന്നുമല്ല, ഖത്മ് തീരുമ്പോൾ ഒരു ഇറച്ചിയും പൊറാട്ടയും ഒരു ഇറച്ചിയും 10 രൂപ കൊടുത്ത് ഇപ്പം എല്ലാവരും വേണ്ട 2 ആളാണ്. ഇനി പൊരയെ തന്നെ ഉണ്ടാക്കിയാലും മതി, സദ്യയാവും. പൊരയിൽ ഉണ്ടാക്കിയിട്ട് പഴയ കാലത്തൊക്കെ ഇങ്ങനെ വല്യന്മാർ ചെയ്യും. വല്യന്മാരുടെ അടുത്ത് ആ മൂല്യരോടൊന്ന് വരാൻ പറയും, ഒരു ഖത്തം ദ്വാരക്കാനാണ്. അങ്ങനെ അലന്തറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ബാക്കിയുള്ള എല്ലാവരും കൂടി ഓതിയിട്ട് ഒരു ചെറിയ എന്തെങ്കിലും പൊരിയോ കറിയോ ഉണ്ടാവുള്ളൂ, 4 ഭക്ഷണം തന്നെയല്ലേ. ചെറുത് കൊടുത്താലും ഭക്ഷണം, വലുത് കൊടുത്താലും ഭക്ഷണം. എന്നിട്ട് ഈ ദുആയാണ് പ്രധാനം അവിടെ, ഈ ദുആക്ക് വേണ്ടി. ആ ഖത്മുൽ ഖുർആന്റെ ദുആയിൽ പങ്കെടുക്കാൻ ഈ മക്കളെയും കൂട്ടിയൊരു പ്രഗത്ഭനായ സ്വഹാബി. സ്വഹാബത്തിൽ 10 കൊല്ലം തുടരെ ഖിദ്മത്തെടുത്ത വേറെ ആരുമില്ല സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ, അനസ് റളിയല്ലാഹു അൻഹു. അപ്പൊ ആ മക്കളെ മുഴുവനും നന്നാക്കാനുള്ളൊരു വഴിയാണ്. ദുആ മാത്രം പോരാ, നമ്മൾ അവർക്ക് വഴി കാണിച്ചു കൊടുക്കണം. അതിനാണ് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാന്ന് നമ്മൾ ദ്വാരക്കുന്നത്. പടച്ചോനെ, നല്ലവരായി വളർന്നു വരുന്ന ഈ സന്താന പരമ്പരകൾക്ക് എന്നെ നീ ഒരു മാതൃകായോഗ്യനാക്കണേ. വാപ്പാനും ഇമ്മാനും എല്ലാവരും അതിന് ദ്വാരക്കണം. അങ്ങനെ ആ മാർഗം കാണിച്ചു കൊടുക്കുമ്പോൾ ആ റൂട്ട് ഈ സന്താന പരമ്പരകൾ അങ്ങനെ നിലനിർത്തും.
അതുകൊണ്ട് ആ ചില മക്കളൊക്കെ പറയും വല്യാപ്പാൻ്റെ കാലം മുതൽ തുടങ്ങിയതാണിത്, അതുകൊണ്ട് നിർത്താൻ പറ്റൂല. ആ വല്യാപ്പാനെ ഈ പണി ചെയ്യുന്ന, ഈ സുഹൃത്തം ചെയ്യുന്ന ആള് കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ അത് വാപ്പ പറഞ്ഞു കൊടുത്താണ്. ആ വാപ്പയും കുറച്ചു കാലേ കണ്ടിട്ടുള്ളൂ, പക്ഷെ ആ വാപ്പാന്റെ വാപ്പ ഇത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോരുകയാണ്. കാരണം അതൊരു ചിട്ട ഉണ്ടാക്കി കൊടുത്തതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തി സന്താനങ്ങളെ നമ്മളോടൊപ്പം സ്വർഗത്തിൽ കാണണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. നരകത്തിലാണ് സന്താനങ്ങളെങ്കിൽ മേൽവിലാസം പോലും ചോദിക്കാനുള്ള ഓർമ്മ അള്ളാഹു തരൂലെന്നാണ്. നൂഹ് നബിന്റെ ഒരു മകൻ നരകത്തിലല്ലേ? ഖുർആൻ പറഞ്ഞല്ലോ നരകത്തിലാണ്. ആ മകനെ പറ്റി നാളെ ആഖിറത്തിൽ എൻ്റെ ഒരു മോൻ നരകത്തിലുണ്ടെന്ന് ചോദിക്കൂല. നൂഹ് നബിന്റെ ഒരു ഭാര്യ നരകത്തിലാണ്. ആ ഭാര്യയെ പറ്റി എൻ്റെ ഒരു ഭാര്യ നരകത്തിലുണ്ടോന്ന് കാണും, ചോദിക്കുന്നല്ലേ? എന്നിട്ടല്ലേ കാണും. ചോദിക്കാൻ തന്നെ തോന്നൂല. കാരണം സ്വർഗത്തിലെത്തിയ പിന്നെ ടെൻഷൻ വരാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ മക്കളെ പറ്റിയിട്ട് ഓർമ്മ തന്നെ ഉണ്ടാവില്ല. അങ്ങനെ ആകരുത്. നമ്മൾ കൂടെ എത്തുമ്പോൾ അവരും കൂടെ ഉണ്ടാവുമ്പോൾ എന്തൊരു സന്തോഷമാണ്. സാധാരണ പറയില്ലേ, മക്കളും ഭാര്യയും വല്യപ്പയും എല്ലാവരും ഒന്ന് ഒത്തുചൂടുമ്പോൾ വലിയൊരു സന്തോഷമാണ്. അള്ളാഹു അങ്ങനെ ഒരുമിച്ച് കൂട്ടി തരട്ടെ. അങ്ങനെ അള്ളാഹു നമ്മളെ കബൂലാക്കി തരട്ടെ. ആ രീതിയിൽ കൺകുളിർമയാർന്ന മക്കളെ വളർത്താനും കാണാനും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.